ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം സ്കിൻ ടാൻ അടിക്കുന്നതിനും അതുപോലെ തന്നെ സ്കിൻ പിഗ്മെന്റേഷൻ മാറാനായിട്ടും ഒക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അത്. എന്തായാലും നിങ്ങൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം, കമന്റ് അറിയിക്കണം. നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടെ എന്നെ അറിയിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ എന്നോട് ഇന്നും ഞാനൊരു സ്കിൻ കെയറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഇത്തിരി പാല് നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഉലുവ വെള്ളത്തില് തലേന്ന് ഇന്നലെ ഞാൻ കുതിർക്കാൻ ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. ആ ഉലുവ ഒന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ പാല് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ചിലർക്ക് ഓയിലി സ്കിൻ ആയിരിക്കും. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ പാല് യൂസ് ചെയ്യണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ തന്നെ ഉലുവ അരച്ചെടുക്കാം കേട്ടോ. ഇനി അതല്ല ഡ്രൈ സ്കിന്നോ നോർമൽ സ്കിന്നോ ആണെങ്കിൽ നമ്മൾ ഈ പാലും ഉലുവയും കൂടെ അരച്ച്, ഈ വെള്ളം ഉപയോഗിക്കണ്ട, ഉലുവയും കൂടെ അരച്ച് മിക്സ് ആക്കി പേസ്റ്റ് ആക്കി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് പേസ്റ്റ് ആക്കി അരച്ചിട്ട് വരാം. ഞാൻ അരച്ചിട്ട് കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കാവേ. ഇതിനകത്തോട്ട് ഞാൻ ഉലുവ വാരി എടുത്തിട്ടുണ്ട്. അതോട് കുറച്ച് പാലും കൂടെ ഒഴിക്കാം. ഓക്കെ, ഇത് ഏകദേശം ഇത്രയും കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. കാണാമോ നിങ്ങൾക്ക്? ഓക്കെ, ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ക്രഷെല്ലാം നന്നായിട്ട് അരയണം കേട്ടോ. നന്നായിട്ട് അരഞ്ഞിട്ട് ഞാൻ എടുത്തോണ്ട് കാണിക്കാം. അപ്പൊ ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ വേണ്ടത്. കണ്ടോ, വിട്ട് വരുന്ന കണ്ടോ. ഈ ഒരു രീതിയിൽ വേണം വരാനായിട്ട്. ഇനി നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. അതായത് നമ്മൾ ഏത് ഫേസ് വാഷ് ആണോ യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ വാഷ് ചെയ്യുക. ഞാനതൊന്നും അല്ല ഉപയോഗിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഫേസ് വാഷ് ഒന്നും അധികം അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ബേബി സോപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ബേബി സോപ്പ് ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് നല്ല മാറ്റം എന്റെ ഫേസിൽ തോന്നിയിട്ടുണ്ട്. അന്നേരം എനിക്ക് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറി കിട്ടിയത് എനിക്ക് ബേബി സോപ്പ് ഉപയോഗിച്ചിരുന്നു. അതിന് വലിയ ഈ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യുന്ന കാണിക്കാവേ. അപ്പൊ ഇതേ ഞാൻ നന്നായിട്ട് ഫേസ് ഒക്കെ നല്ല വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇതൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ 2 വട്ടം നിങ്ങൾ കൂടി വന്ന 2 വട്ടം അതിൽ കൂടുതൽ നിങ്ങൾ സ്ക്രബ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മുടെ ഫേസിലൊക്കെ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അതൊക്കെ ഡാമേജ് ആവാൻ നല്ല വഴിയുണ്ട് നിങ്ങൾ എപ്പോഴും ഈ സ്ക്രബ് ചെയ്താൽ. അതുകൊണ്ട് അതൊന്നും യൂസ് ചെയ്യേണ്ട. ഇനി നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്തോളൂ. ആഴ്ചയിൽ 1-2 വട്ടം, കൂടി വന്ന 2 വട്ടം, അതിൽ കൂടുതൽ ചെയ്യരുത്. അപ്പൊ ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, സ്കിൻ ബ്രൈറ്റനിങ് ആണ് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ. ഇത് കുറെ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. സെലിബ്രിറ്റീസ് അല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും ഉലുവയുടെ ഗുണങ്ങൾ. നിങ്ങൾക്ക് അറിയായിരിക്കും, കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും, അറിയത്തില്ലാത്തവരും ഉണ്ട്. അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ കാലിലൊക്കെ തേക്കുന്നത് നല്ലതായിരിക്കും. കാലിനൊക്കെ കൂടുതൽ ടാൻ അടിച്ചിട്ട് ചിലർ കുട ചൂടി പോകുന്നതാണ്, എന്നാലും കാലേ വെയിലടിക്കുമല്ലോ. ഓക്കെ, നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്ന രീതിയിൽ കേട്ടോ. ഇത് ഇച്ചിരി വലിയാൻ താമസം ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മുടെ സ്കിന്നിന് വേണ്ടിയല്ലേ, ഇപ്പൊ കുറച്ച് ടൈമൊക്കെ മാറ്റി വെക്കണേ. നമ്മൾ പുറത്ത്, അതായത് സ്കിന്നിന് പുറത്ത് എന്ത് ചെയ്താലും നമ്മൾ കഴിക്കുന്ന ഫുഡും കൂടെ നല്ലതായിരിക്കണം. അതായത് കഴിക്കുന്ന ഫുഡിലും നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഞാനൊരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണോ, എങ്ങനാ എന്നൊക്കെ ചെയ്യുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞു തരും. ഇനി അറിയത്തില്ലാത്താണെങ്കിൽ അന്വേഷിച്ചറിഞ്ഞിട്ട് പറഞ്ഞു തരും.
ഓക്കെ, ഇത് നെക്കയിലും അപ്ലൈ ചെയ്യണം കേട്ടോ. ഞാൻ പിന്നെ ചെയ്യാഞ്ഞാന്ന് ചോദിച്ചാ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങണം. ഞാൻ നന്നായിട്ട് ഉണങ്ങിയ ശേഷം കേട്ടോ വാഷ് ചെയ്യാറ്. നന്നായിട്ട് ഉണങ്ങണം. നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രം നിങ്ങൾ വാഷ് ചെയ്യുക. കുറച്ച് സമയം എടുക്കും, കാരണം ഉലുവയില്ല, നല്ല കട്ടിക്കും കൂടെ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ കുറച്ച് സമയം എടുക്കും കേട്ടോ. അത് നല്ല രീതിയിൽ വലിഞ്ഞു വന്നിട്ടുണ്ടോ? എടോ, ഒരു ചുളിവ് പോലെ നല്ല രീതിയിൽ വലിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വലിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം ഞാനിത് എന്നായാലും ഒന്ന് വാഷ് ചെയ്ത് കാണിക്കാം കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രം വാഷ് ചെയ്യണം. അപ്പൊ വാഷ് ചെയ്തിട്ട് കാണിക്കാവേ. നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്റെ സാധാ നോർമൽ ഓപ്പോ ഫോണാണ് കേട്ടോ. അപ്പോ അതിന് ക്യാമറയുടെ കാര്യം അറിയാം. ഇതിനകത്ത് ഫിൽറ്ററോ അങ്ങനെയൊന്നും ഞാൻ ഓണാക്കി ഇട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ മനസ്സിലായിട്ടില്ലേ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുള്ള. പിന്നെ ഒരു കാര്യമോടെ ഞാൻ പറയാം, നിങ്ങൾ ഒരു ഫേസ് പാക്ക് ഒരു ദിവസം യൂസ് ചെയ്തിട്ട് അയ്യോ ഞാൻ വെളുത്തില്ല, അയ്യോ എന്റെ ടാൻ മാറിയില്ല എന്നൊന്നും പറയരുത്. നമ്മൾ ഒരു ഫേസ് പാക്ക് തന്നെ ഒരു 3 ആഴ്ചയിൽ ഓരോ ദിവസം നമ്മള് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്നറിയാലോ. പ്രത്യേകിച്ച് ഹോം റെമഡീസ് ഒക്കെ ആകുമ്പോൾ പതിയെ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ ഉടനെ അടി ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കരുത്, അങ്ങനെ നിങ്ങൾ ഓർക്കരുത്. ഇപ്പൊ ഇന്നൊരു ടാൻ മാറാനുള്ള ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് നിങ്ങൾ പോയി അല്ലെ 2 മാസം കഴിഞ്ഞ് വന്ന് ഒരു ഫേസ് പാക്ക് ഇട്ട് അങ്ങനെയല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആഴ്ചയിൽ 1 വെച്ചിട്ട് നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും കേട്ടോ. നിങ്ങൾക്കത് നേരിട്ട് കാണുമ്പോൾ നിങ്ങളൊരു ഫോട്ടോ എടുത്ത് വെക്കുക. നിങ്ങളുടെ ഫോണിൽ നോർമൽ ക്യാമറ നിങ്ങളൊരു ഫോട്ടോ എടുത്ത് വെക്കുക. അത് കഴിഞ്ഞ് ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഫോട്ടോ ഇങ്ങനെ എടുത്ത് നോക്കി നിങ്ങളുടെ വ്യത്യാസം, നിങ്ങളുടെ ഫേസിന്റെ വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഇന്നത്തേന് ഈ ഒരു വീഡിയോ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്റെ ഈ ഹോം റെമഡീസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ റിസൾട്ട് എന്റെ കമന്റിൽ കൂടെ അറിയിക്കണം. അപ്പം നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്റെ സംസാരത്തിലോ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന വീഡിയോ അല്ലെങ്കിൽ എഡിറ്റിംഗ് അങ്ങനെ എന്തായാലും എന്ത് കണ്ടന്റ് ഞാൻ കൊണ്ടുവരണം എന്ത് കാര്യവും നിങ്ങൾ കമന്റിൽ കൂടെ നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് എന്തായാലും നിങ്ങൾ എന്നോട് പറയേണ്ടതാണ്. അപ്പം എല്ലാവർക്കും നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ടാറ്റ ബൈ ബൈ. Okay.